എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനൊരു സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, മല്ലിത്തഴ, മറ്റേ കായം, ജീരകം, കുരുമുളക്, ഉലുവ, ഉഴുന്ന് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചക്കറി കുറച്ച് എടുത്തിട്ടുള്ളൂ, ഒരുപാട് പച്ചക്കറികളില്ല. അത്യാവശ്യം 3-4 ഐറ്റംസേ ഉള്ളൂ. ഇത് ഞാൻ പരിപ്പ് ഓൾറെഡി തക്കാളി മഞ്ഞൾപ്പൊടി ചേർത്ത് പരിപ്പ് വേവിച്ച് വെച്ചതാണ്. ഞാനൊരു ചീനച്ചട്ടി എടുത്തിട്ട് അതിനകത്ത് കായം ഞാൻ ചിലരൊക്കെ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കും. പക്ഷെ ഞാനും ഇടയ്ക്ക് ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് അതിനകത്ത് വലിയ ടേസ്റ്റ് തോന്നിയിട്ടില്ല. അപ്പം ഞാൻ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിലേക്ക് ചൂടായ ചട്ടിയിൽ ജസ്റ്റ് ചൂടാക്കി എടുക്കുന്നേ ഉള്ളൂ. ഇത് പുളിയാണ് കേട്ടോ, പുളി വെള്ളത്തിലിട്ട് വയ്ക്കാണ്. ഞാൻ പൊടികൾ യൂസ് ചെയ്യുന്നില്ല. അതിന് പകരം ഞാൻ മല്ലിയും ഉണക്കമുളകുമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ചട്ടി ചൂടായ കായം ഇട്ട്, കായം ഇങ്ങനെ വറുത്തിട്ട് അരച്ച് അല്ലെങ്കിൽ പൊടിച്ച് ചേർക്കുമ്പോൾ നല്ല മണമാണ് കേട്ടോ. എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ടിടുമ്പോൾ അത്ര മണം തോന്നുന്നില്ല എനിക്ക്. ഞാനിപ്പോൾ കുറേ ആയിട്ട് ഇങ്ങനെ ചെയ്യാറ്. പിങ്കു എൻ്റെ കയ്യിലുണ്ട്. പിങ്കു ഓരോന്നെന്നെ കാണിച്ചുകൊണ്ടിരിക്കാൻ മുടിയിലൊക്കെ പിടിച്ച് വെച്ചാണ് എനിക്ക് ഒന്നും പറയാൻ കിട്ടാത്തത്. അപ്പം ഞാനതിലേക്ക് കായത്തിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കുരുമുളക് ആഡ് ചെയ്തു കേട്ടോ. കുരുമുളക്, പിന്നെ ഉഴുന്ന്, ജീരകം, നമ്മൾ അപ്പോഴേ കാണിച്ചിരുന്ന എല്ലാ ഐറ്റംസും, കുരുമുളക്, ജീരകം, ഉഴുന്ന്, കായം എല്ലാം ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ഒരുപാട് കരിയരുത്. കരിഞ്ഞ മണം വന്നു കഴിഞ്ഞാൽ ആ ഒരു സാമ്പാറിനും ആ ഒരു ടേസ്റ്റ് ആയിരിക്കും, ഇല്ലെങ്കിൽ മണമായിരിക്കും വരിക. ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തു കേട്ടോ. ചൂടാക്കി ഞാൻ വേറെ പാത്രത്തിലോട്ട് ഇടുകയാണ്. പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഞാൻ ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കും. അതൊന്ന് മൂത്ത് വരുമ്പോൾ തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ ഇട്ടതിന് ശേഷം നമുക്ക് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ഇട്ടൊന്ന് തേങ്ങ നന്നായി ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. കരിയാൻ പാടില്ല, ഒരു ഗോൾഡൻ കളർ വേണം. അപ്പോഴാ ഒരു മണം വരുള്ളൂ. തേങ്ങ ഒരുപാട് ചേർക്കണ്ട കേട്ടോ. ഞാൻ മുൻപൊക്കെ ഉണ്ടാക്കിയിരുന്നതിലേക്ക് തേങ്ങ ഒരുപാട് ചേർക്കണം. എനിക്ക് പരിപ്പിൻ്റെ ടേസ്റ്റ് അധികം തോന്നിയില്ല, തേങ്ങയുടെ ടേസ്റ്റാണ് തോന്നിയത്. പക്ഷെ ഞാനിപ്പോൾ ഇങ്ങനെ തേങ്ങ കുറവാക്കിയിട്ട് പരിപ്പ് കൂടുതലായി യൂസ് ചെയ്ത് നോക്കുകയെന്ന് കരുതി ഉണ്ടാക്കിയത്. അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. നമ്മൾ സദ്യക്കൊക്കെ വിളമ്പുമ്പോൾ സാമ്പാർ വിളമ്പുമ്പോൾ കിട്ടില്ല ആ ഒരു ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പം ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഞാൻ തേങ്ങ കുറവാക്കിയിട്ട് പരിപ്പ് കൂട്ടിയിട്ട് ചെയ്യുന്നത്. കഴിച്ച് നോക്കിയപ്പോഴും അടിപൊളി ടേസ്റ്റായിരുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പലഹാരത്തിനും എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പകുതി മൂത്തപ്പോൾ തേങ്ങ പകുതി മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ഉണക്കമുളകും ആ പച്ചമല്ലിയും ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് ചേർത്ത് നന്നായി ഒന്ന് ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റുക. ഞാൻ ഇങ്ങനെ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ പിങ്കോണി വെറുതെ ഒന്ന് കരഞ്ഞിട്ട് എടുക്കാനായിട്ട്. അപ്പം ഞാൻ വീഡിയോയും ചെയ്ത് എടുക്കണം, എനിക്ക് പിങ്കുവിനെ നോക്കണം. മൊത്തത്തിൽ പെട്ട പോലെ ആയിട്ടോ. എന്നിട്ട് അതിനെ കുറേശ്ശെ നിർത്തിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് തന്നെ. അപ്പോൾ ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും അതിലിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അത് നമ്മൾ മുന്നേ വറുത്ത് വെച്ച ആ സാധനം കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ പിങ്കു എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ പിങ്കുവിനെ എടുത്തിട്ട് ആണ് ഞാൻ ഓൾറെഡി എല്ലാം ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ പിന്നെ പിങ്കുവിനെ എടുത്തിട്ട് എല്ലാം ഇങ്ങനെ അടുപ്പിൽ ചെയ്യേണ്ട ജോലി മാത്രമല്ലേ ഉള്ളൂ, മുറിക്കേണ്ടതൊക്കെ ഞാൻ ചെയ്ത് വെച്ചിരുന്നു. പിന്നെ ഞാനത് ഹോളിൽ കൊണ്ടുപോയി ഫാനിട്ടിട്ട് ചൂടാറാൻ വെച്ചു. അപ്പോഴേക്കും പരിപ്പ് വെന്ത് കഴിഞ്ഞു. അപ്പം ഞാൻ ഓപ്പൺ ചെയ്ത് അപ്പോഴേക്കും പരിപ്പ് ഇങ്ങനെ ഒരു 6-7 വിസിൽ വെച്ചു കേട്ടോ. ഇങ്ങനെ കേട്ടോ. അപ്പോൾ ഞാൻ ഈ തവി കൊണ്ട് തന്നെ ഇങ്ങനെ ചുറ്റിച്ച് കഴിഞ്ഞാൽ ആ പരിപ്പ് ഒന്നുകൂടെ ലൂസാവും. ഞാനങ്ങനെ എടുത്തു.
എന്നിട്ട് ഞാൻ വേറൊരു പാത്രത്തിൽ പരിപ്പ് ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച പച്ചക്കറിയൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് ആ പരിപ്പിൽ നിന്ന് വെന്തോട്ടെ എന്ന് കരുതിയിട്ട് കുക്കറിൽ തന്നെ ഒന്നിച്ച് പച്ചക്കറി ഇട്ട വെന്തോട്ടെ. എനിക്കത് വലിയ ഇഷ്ടമല്ല. കഷ്ണമൊക്കെ കഴിക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വേവിക്കുന്നത് കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഒരു വിസിലടിച്ചാലും തന്നെ നമുക്കത് വഴുതിരിങ്ങയൊക്കെ വെന്ത് കൂള് രൂപത്തിലാവും. അപ്പം ഞാനിങ്ങനെയാണ് ചെയ്യുക. അപ്പം ഞാനതെല്ലാം ആഡ് ചെയ്ത് കൊടുത്തോട്ടോ. പക്ഷേ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയൊക്കെ വയ്ക്കുന്ന സാമ്പാർ നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ അമ്മ കുറച്ച് വെജിറ്റബിൾസ് അധികം ഇടും. അമ്മ വെജിറ്റബിൾസ് അധികം ഇടും, പിന്നെ അത്യാവശ്യം ഇത്തിരി തേങ്ങ നിറയെ ചേർക്കും. അപ്പം അതുകൊണ്ടായിരിക്കും ഞാനും അതേ ഫോളോ ചെയ്തത്. അപ്പം ഞാനൊന്ന് മാറ്റി പിടിച്ചതാണിത്. അങ്ങനെ കഷ്ണമൊക്കെ വെന്തു, പരിപ്പിൽ തന്നെ കഷ്ണമൊക്കെ വെന്തു കേട്ടോ. തിളച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ സൈഡിൽ കൂടെ ഞാൻ വെണ്ടയ്ക്കയും സവാളയും കൂടെ വേറൊരു പാത്രത്തിൽ വഴറ്റി വെച്ചിരുന്നു. അത് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. പിങ്കു അരിഞ്ഞുകൊണ്ട് ഞാൻ വേഗം അത് ചെയ്തെടുത്ത് വീഡിയോ എടുക്കാനൊന്നുമില്ല. ആ വഴറ്റി വെച്ചതും കൂടെ ഞാൻ ഇതിൽ കഷ്ണമൊക്കെ വെന്തിരുന്നു. അപ്പോൾ ഞാൻ അതിലിട്ടു കേട്ടോ. കുമ്പളങ്ങയാണ് എനിക്ക് പക്ഷേ കുറച്ചധികം വേവാനായിട്ട് സമയം തോന്നാറുള്ളത്. എപ്പോഴും കുമ്പളങ്ങ വെച്ചാൽ കുറച്ചധികം സമയമെടുക്കും. അതിനകത്ത് ഒരു വെള്ള കളറ് മാറിയതില്ല. പിന്നെ മുരിങ്ങക്കായ, പിന്നെ അതിലേക്ക് പുളി പിഴിഞ്ഞ് വെള്ളം ഒഴിച്ചു കേട്ടോ. ഒരു മീഡിയം സൈസ് പുളി, അതായത് ഒരു നെല്ലിക്കയുടെ വലിപ്പം സൈസ് പുളി വെള്ളത്തിലിട്ട് അത് പിഴിഞ്ഞ് വെച്ചു. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ തന്നെ മതി. ഇതിൽ കുറച്ച് സാമ്പാർ പൊടി ആഡ് ചെയ്താൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. തേങ്ങേൻ്റെ ആവശ്യമൊന്നുമില്ല. അത് എനിക്ക് രാവിലേക്ക് ബ്രേക്ക്ഫാസ്റ്റിനും വേണം, ഉച്ചയ്ക്ക് ലഞ്ചിനും വേണം എന്നുകൊണ്ട് മാത്രം ഞാൻ തേങ്ങ ഒഴിച്ച് വെച്ചാൽ കുറച്ചധികം കിട്ടുമല്ലോ ചാറ് എന്ന് കരുതിയിട്ട് ഞാൻ ചെയ്തു. പിന്നെ ഇത് ഇഡ്ഡലിയാണ് കേട്ടോ. ഡെയിലി ദോശ കഴിച്ച് മതിയായി. അപ്പം ഞാൻ ഇന്ന് ഇഡ്ഡലിക്ക് ട്രൈ ചെയ്തു. അപ്പം ഞാൻ ആ മസാല എല്ലാം അരച്ചെടുത്തു കേട്ടോ. അരച്ച് മിക്സ് ചെയ്ത് ഉപ്പിട്ടു കേട്ടോ. ആവശ്യത്തിന് ഉപ്പിടണേ. ഞാൻ ഉപ്പിടുന്നുണ്ട്, പക്ഷെ ഞാൻ എൻ്റെ ഉപ്പ് പാത്രത്തിൽ ഉപ്പിട്ട് വെച്ചിട്ട് അത് വെള്ളം പോലെ ആയപ്പോൾ ഞാൻ വെറുതെ വേസ്റ്റ് ആക്കരുതെന്ന് കരുതി ഞാൻ കുറച്ച് ഉപ്പും ആ ഉപ്പ് പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് മിക്സ് ചെയ്ത് ഒഴിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അത്ര ഉപ്പ് കളയണ്ടേ എന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെ അത് കുറേ ആയിട്ടോ. അങ്ങനെ ഈ തണുപ്പായതുകൊണ്ടാണെന്നറിയില്ല, വെള്ളം പോലെ ആയിട്ടുണ്ട്. അപ്പം ഞാനതിങ്ങനെ പാത്രത്തിൽ വെള്ളം മിക്സാക്കി ഒഴിച്ചു. പക്ഷെ അത് അതിന് ഇട്ടതിൻ്റെ കറക്റ്റ് അളവായിരുന്നു. എനിക്ക് ഉപ്പ് കറക്റ്റായിരുന്നു. രണ്ടാമത് പിന്നീട് ഇടേണ്ടി വന്നില്ല. ഞാൻ വേറൊരു ചട്ടി വെച്ചിട്ട് കടുക് പൊട്ടിച്ച് ഇടാനായിട്ട് ഓയിലൊഴിച്ചു. എന്നിട്ട് അതിൽ കുറച്ച് കടുക് ആഡ് ചെയ്ത് വറ്റൽമുളകും കറിവേപ്പിലയും ആഡ് ചെയ്തു. അതിന് മേലെ ഇട്ടു കേട്ടോ, സാമ്പാറിന് മേലെ ഒഴിച്ച്. അപ്പം ഈ പിങ്കു എന്നെ ശല്യം ചെയ്ത് ഞാൻ ഒരു വിധമായി എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി ഞാനൊരു വീഡിയോ എടുത്തു. മനുഷ്യനെ മനസ്സമാധാനിച്ച് വീഡിയോ ചെയ്യാനും പറ്റാറില്ല. പക്ഷെ അവൾ ഉറങ്ങിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. അവൾ എന്നേക്കാളും മുന്നേ എണീക്കും. ഞാൻ 5 മണിക്ക് എണീക്കും കേട്ടോ. അവൾ അതിനേക്കാളും മുന്നേ എണീച്ചിട്ട് എന്നെ വിളിക്കും. അപ്പോൾ ആ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ കുക്കിംഗ് ചെയ്യുന്ന ടൈമിൽ അവൾ ഉറങ്ങില്ല, കളിച്ചുകൊണ്ടേയിരിക്കും. ഒരു 7-8 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും ഉറക്കാൻ വരിക. അപ്പം ഞാൻ എല്ലാം താളിച്ച് അതിൽ തന്നെ ഒഴിച്ചു കേട്ടോ. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇന്നത്തെ സാമ്പാർ. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഒരുപാട്